എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ പലരും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, പ്രസവശേഷം നമ്മുടെ പെൽവിക് ഫ്ലോർ പേശികളുടെ ആരോഗ്യം. അതെങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ച്. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. പല അമ്മമാരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്, അല്ലേ? പക്ഷേ ഇത് നിങ്ങൾ നിശബ്ദമായി സഹിക്കേണ്ട ഒന്നല്ല. ഇതൊരു സാധാരണ കാര്യമല്ല. ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പൊ ഈ വിഷയത്തിലൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. ആദ്യം എന്താണ് ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കും. പിന്നെ അത് പരിഹരിക്കാനുള്ള കൃത്യമായ വഴികൾ നമ്മൾ ചർച്ച ചെയ്യും. അവസാനം വരെ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അപ്പോ നമുക്കാദ്യം തന്നെ ഒരു വലിയ തെറ്റിദ്ധാരണയങ്ങ് മാറ്റിവെക്കാം. ഈ മൂത്രം ലീക്കാവുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും അമ്മയായതുകൊണ്ട് സഹിക്കേണ്ട ഒന്നാണ് എന്ന് കരുതരുത്. അല്ല, ഇതൊരു സാധാരണ അവസ്ഥയല്ല. സത്യത്തിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു മസിൽ ഇഞ്ചുറിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ എന്താണ് ഈ തൂങ്ങിയാടുന്ന ഊഞ്ഞാൽ പ്രശ്നം? ശരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഗർഭധാരണവും പ്രസവവും നമ്മുടെ പെൽവിക് ഫ്ലോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങളുടെ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ഊഞ്ഞാൽ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. നമ്മുടെ വയറിന്റെ താഴെയായി മൂത്രസഞ്ചി, ഗർഭപാത്രം പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം താങ്ങി നിർത്തുന്ന ഒരു മസ്ക്യുലർ ഹാമോക്ക്. ഈ ഊഞ്ഞാലിന് 3 പ്രധാന ജോലികളുണ്ട്. 1. നമ്മുടെ അവയവങ്ങളെ താങ്ങി നിർത്തുക. 2. മൂത്രവും മലവും അറിയാതെ പോകാതെ കൺട്രോൾ ചെയ്യുക. 3. നമ്മുടെ നടുവിനും നട്ടെല്ലിനും ഒരു സപ്പോർട്ട് കൊടുക്കുക. കണ്ടില്ലേ എത്ര പ്രധാനപ്പെട്ട ജോലികളാണിത് ചെയ്യുന്നതെന്ന്? ഇനി എങ്ങനെയാണ് ഈ പേശികൾക്ക് പരിക്ക് പറ്റുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. 9 മാസം കുഞ്ഞിന്റെ ഭാരം താങ്ങുന്നു. പ്രസവം എളുപ്പമാക്കാൻ റിലാക്സിൻ എന്ന ഹോർമോൺ ഈ പേശികളെയൊക്കെ നല്ലോണം ലൂസാക്കും. സാധാരണ പ്രസവത്തിലാണെങ്കിൽ ഈ പേശികൾ അതിന്റെ സാധാരണ നീളത്തിന്റെ 300% വരെ വലിയും. ഒരു റബ്ബർ ബാൻഡ് ഒരുപാട് വലിഞ്ഞാൽ എന്താകും? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോ ഇങ്ങനെ ദുർബലമായ ആ ഊഞ്ഞാൽ കാരണം എന്ത് സംഭവിക്കുന്നു? നമ്മൾ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ പെട്ടെന്ന് ആ പേശികൾക്ക് മുറുകാൻ പറ്റാതെ വരുന്നു. അതാണ് മൂത്രം ലീക്കാവാൻ കാരണം. ചിലപ്പോൾ ആ പേശികൾക്ക് അവയവങ്ങളെ താങ്ങി നിർത്താൻ കഴിയാതെ വരും. അതാണ് പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ശരി, നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം, അല്ലേ? പേശികളുടെ ആരോഗ്യം തിരിച്ചുപിടിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വളരെ കൃത്യമായ ഒരു 5-ഘട്ട പദ്ധതിയുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. കെഗൽസ് വ്യായാമത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ചോദ്യം, നിങ്ങളത് ശരിയായിട്ടാണല്ലോ ചെയ്യുന്നത്? കാരണം പകുതിയിൽ കൂടുതൽ സ്ത്രീകളും ഇത് തെറ്റായിട്ടാണ് ചെയ്യാറ്. പെൽവിക് ഫ്ലോർ പേശികൾക്ക് പകരം വയറിലോ തുടയിലോ ഒക്കെയാണ് പലരും പ്രഷർ കൊടുക്കുന്നത്. അപ്പോ ശരിയായ പേശികൾ എങ്ങനെ തിരിച്ചറിയും? അതിനൊരു വഴിയുണ്ട്, സ്റ്റോപ്പ് സ്ട്രീം ടെസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. അടുത്ത തവണ മൂത്രമൊഴിക്കുമ്പോൾ ഒഴുക്ക് പാതി വഴിയിലൊന്ന് നിർത്താൻ ശ്രമിക്കുക. ആ പിടിക്കാൻ ഉപയോഗിച്ച പേശികളില്ലേ, അതാണ് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ. പക്ഷെ ശ്രദ്ധിക്കണം, ഇതൊരൊറ്റ തവണ ടെസ്റ്റ് മാത്രമാണ്. ഇതൊരു വ്യായാമമായി സ്ഥിരം ചെയ്യരുത്. അത് ഇൻഫെക്ഷന് കാരണമായേക്കാം. ഓക്കേ, പേശികളെ തിരിച്ചറിഞ്ഞു. ഇനി വ്യായാമം എങ്ങനെ ചെയ്യാം? ഈ എലിവേറ്റർ ഐഡിയ ഒന്ന് ഓർത്തു നോക്കൂ. ആദ്യം ആ പേശികൾ ഉപയോഗിച്ച് എലിവേറ്ററിന്റെ ഡോർ അടയ്ക്കുന്നത് പോലെ ഒന്ന് മുറുക്കുക. എന്നിട്ട് പതുക്കെ ആ എലിവേറ്റർ മുകളിലേക്ക് ഓരോ നിലയായി ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഉയർത്തുന്നതുപോലെ സങ്കൽപ്പിക്കുക. ഇതാണ് ശരിയായ കെഗൽ. ഇനി എപ്പോൾ എത്ര ചെയ്യണം? ഇതാണ് നിങ്ങളുടെ ഡെയിലി പ്രിസ്ക്രിപ്ഷൻ. ഇതിൽ 2 തരം വ്യായാമങ്ങളുണ്ട്. ഒന്ന്, പതുക്കെ മുറുക്കി ഒരു 10 സെക്കൻഡ് വരെ പിടിച്ചു നിർത്തുന്നത്. അത് 10 തവണ. പിന്നെ പെട്ടെന്ന് മുറുക്കി വിടുന്നത് ഒരു 5 തവണ. ഈ ഒരു സെറ്റ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അങ്ങനെ ദിവസം 3 നേരം ചെയ്യണം. മൂന്നാമത്തെ നിയമം ദ നാക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ചുമയ്ക്കുന്നതിനോ തുമ്മുന്നതിനോ തൊട്ടു മുമ്പ് 1 സെക്കൻഡ് മുൻപ് നിങ്ങൾ ബോധപൂർവം ആ പേശികളെ ഒന്ന് മുറുക്കി പിടിക്കണം. ഇതൊരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിച്ച് പെട്ടെന്നുള്ള പ്രഷറിൽ നിന്ന് ആ പേശികളെ സംരക്ഷിക്കും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. പ്രസവശേഷം ആദ്യത്തെ 6 ആഴ്ച നിങ്ങളുടെ കുഞ്ഞിനേക്കാൾ ഭാരമുള്ള ഒന്നും തന്നെ ഉയർത്താൻ പാടില്ല. ദുർബലമായ പേശികളിൽ കൂടുതൽ ഭാരം കൊടുക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. 5ാമത്തെ നിയമം ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഭാരമെടുക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ ശ്വാസം പിടിച്ചുവെക്കരുത്. പകരം ശ്വാസം പുറത്തേക്ക് വിടുക. ബ്ലോ ബിഫോർ യു ഗോ. ഇത് ഉള്ളിലെ പ്രഷർ കുറയ്ക്കാനും പെൽവിക് ഫ്ലോറിനെ സംരക്ഷിക്കാനും സഹായിക്കും. ശരി, ഇനി നമുക്ക് സമൂഹത്തിൽ സാധാരണയായി കേൾക്കുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിക്കാം. ഇതിലെ ശാസ്ത്രീയ വശം എന്താണെന്ന് നോക്കാം.
ഒരു വലിയ തെറ്റിദ്ധാരണയാണ് സി സെക്ഷൻ കഴിഞ്ഞവർക്ക് ഈ പ്രശ്നം വരില്ല എന്നത്. അത് ശരിയല്ല. കാരണം പ്രസവരീതി ഏതായാലും 9 മാസം ആ ഭാരം ചുമന്നതിന്റെ ഫലമായി പേശികൾ ദുർബലമാകും. അതുകൊണ്ട് സി സെക്ഷൻ കഴിഞ്ഞവരും ഈ വ്യായാമങ്ങൾ നിർബന്ധമായും ചെയ്യണം. അടുത്തത് വയറ് മുറുക്കിക്കെട്ടുന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ടൂത്ത്പേസ്റ്റ് ട്യൂബ് നടുക്ക് ഞെക്കുന്നത് പോലെയാണ്. പ്രഷർ മുഴുവൻ എങ്ങോട്ടാ പോവുക? താഴോട്ട്. ഇത് നിങ്ങളുടെ പെൽവിക് ഫ്ലോറിലെ പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ, കുറയ്ക്കില്ല. ലീക്ക് ഉള്ളതുകൊണ്ട് വെള്ളം കുടി കുറയ്ക്കുന്നവരുണ്ട്. പക്ഷെ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. വെള്ളം കുറയുമ്പോൾ മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഇത് മൂത്രസഞ്ചിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി കൂടുതൽ ലീക്കേജിന് കാരണമാവും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്, ഉടനടി ഒരു ഡോക്ടറെ കാണണം. അത്തരം റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യോനിയിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് തള്ളിവരുന്നതുപോലെ തോന്നുക, അവയവങ്ങൾ താഴേക്ക് വീഴുന്നതുപോലെയുള്ള ഒരു ഭാരം തോന്നുക, മൂത്രത്തിലോ മലത്തിലോ ഒട്ടും നിയന്ത്രണമില്ലാതാവുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ കഠിനമായ വേദന. ഇവയിലേതെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. അപ്പം നമ്മള് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കേട്ട് പേടിക്കുകയല്ല വേണ്ടത്. ശരിയായ രീതിയിലുള്ള വ്യായാമത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വേണ്ടത്. ഈ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബുദ്ധിമുട്ടുകളൊന്നും മാതൃത്വത്തിന്റെ വിലയായി നിങ്ങൾ സഹിക്കേണ്ടതില്ല. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നതും അതിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതും ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വലിയൊരു കാൽമുട്ട് സർജറി കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ആരെങ്കിലും ഒരു മാരത്തോൺ ഓടാൻ പ്ലാൻ ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ അതേ ക്ഷമ നമ്മുടെ ശരീരത്തോടും കാണിക്കേണ്ടേ? നിങ്ങളുടെ ഈ റിക്കവറി യാത്രയിൽ ആ ഒരു ക്ഷമയോടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ആ ഒരു ചെറിയ ചുവടുവെപ്പ് അതെന്തായിരിക്കും?